എന്റെ പുറകിൽ കാണുന്നത് പുൽത്തകിടിയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാം. പക്ഷെ പുൽത്തകിടിയല്ല, ഇത് ഒരു മനോഹരമായ കുളം, കാട് മൂടി പായൽ മൂടി കിടക്കുന്നതാണ്. മാലിന്യ കൂമ്പാരമായി കിടക്കുന്നതാണ്. 12 കരക്കാരുടെ വലിയ ഉത്സവമാണ് ഓച്ചിറ ഉത്സവം. 12 വിളക്ക്, അതുപോലെ തന്നെ ഭജനമഠങ്ങൾ. ഇവിടെ ആർപ്പുവിളിയും ആരവവും. ഈ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിയില്ല. കടുകുമണി വിതറിയാൽ നിലത്ത് വീഴാത്ത അത്രയും ഭക്തജന തിരക്കായിരിക്കും ഓച്ചിറ അമ്പലത്തിലുണ്ടാവുക. അന്ന് ഈ കുളത്തിലാണ് ഓച്ചിറ കളി എന്ന ആചാര സവിശേഷമായ, പരമ്പരാഗതമായ, ചരിത്രപ്രസിദ്ധമായ ഓച്ചിറ കളി നടക്കുന്ന കുളം. പക്ഷേ ആ കളിക്ക് ശേഷം, ഉത്സവത്തിന് ശേഷം ഈ ക്ഷേത്രക്കുളത്തിന്റെ അവസ്ഥ ഇതാണ്. ഒരുപക്ഷെ എങ്കിൽ പത്മതീർത്ഥക്കുളം പോലെ, തിരുവനന്തപുരത്തെ പത്മതീർത്ഥക്കുളം പോലെയൊക്കെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട അമ്പലക്കുളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ഒരു ഭാഗത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കൊണ്ടുതള്ളുന്ന മാലിന്യങ്ങൾ, അതുപോലെ മറ്റ് എന്തൊക്കെ മാലിന്യങ്ങളാണ് ഈ ക്ഷേത്രക്കുളത്തിൽ ആളുകൾ കൊണ്ട് തള്ളുന്നതെന്ന് ഈ പരിസരത്തുള്ള ആളുകൾക്കോ വരുന്ന സഞ്ചാരികൾക്കോ അറിയില്ല. ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് പരബ്രഹ്മ ക്ഷേത്ര ട്രസ്റ്റ് പലപ്പോഴും ഒളിച്ചോടുന്ന കാഴ്ചയാണ് കാണുന്നതെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ ക്യാമറയുടെ മുന്നേ വന്ന് ഇങ്ങനെ നിന്ന് വിളിച്ചു പറയാൻ കഴിയില്ല. കാരണം അവരുടെയൊക്കെ ഉപജീവന മാർഗമെന്ന് പറയുന്നത് ഈ അമ്പല പരിസരത്തുള്ള ഒരു കുഞ്ഞു വ്യാപാര സ്ഥാപനമായിരിക്കും. അതൊക്കെ അടച്ചുപൂട്ടാൻ വേണമെങ്കിൽ ട്രസ്റ്റ് വിചാരിച്ചാൽ നടക്കും. ട്രസ്റ്റ് ഉണർന്ന് പ്രവർത്തിക്കണം. അമ്പലവും പരിസരവും കുറച്ചുകൂടി പരിപാവനവും പരിശുദ്ധവുമായി സൂക്ഷിക്കാൻ ട്രസ്റ്റിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ നിന്ന്, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ട്രസ്റ്റ് ഒളിച്ചോടുന്നത് ഭക്തരോട് ചെയ്യുന്ന, വിശ്വാസികളോട് ചെയ്യുന്ന, വിനോദസഞ്ചാരികളോട് ചെയ്യുന്ന വളരെ വലിയ ക്രൂരതയാണ്.